ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? നമുക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അടുക്കളയിൽ വെച്ചുണ്ടാക്കുന്ന വീഡിയോ ഒന്നല്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുക്കളയിലത്തെ ഡൈമ ലൈഫ് തന്നെയല്ലേ നിങ്ങൾ കാണൽ. ഇടയിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുപ്പാകൂലേ? അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ എവിടെ നിന്നല്ലേ, ഇപ്പോൾ കാളിക്കാവ് അടക്കാക്കുണ്ട് പറഞ്ഞ സ്ഥലത്ത് ഹിമ കെയർ സെൻറ്ററിൽ പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ഉണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് യൂട്യൂബർമാരെയൊക്കെ ക്ഷണിച്ചിരുന്നു, അതിൽ ഞങ്ങളെയും കൂടി ക്ഷണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കി. ഹിമ കെയർ സെൻറ്റർ പറഞ്ഞ ഒരു വൃദ്ധസദനത്തിലോട്ടാണ് കേട്ടോ ഞങ്ങളെ ക്ഷണിച്ചത്. അവിടുത്തെ അച്ഛനമ്മമാരെയും ഉമ്മമാരും ഉപ്പമാരെയൊക്കെ ഒന്ന് കാണാൻ പറ്റി. അപ്പോൾ അതാ അവിടെ ഒരുപാട് യൂട്യൂബർമാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റി. നമ്മൾ യൂട്യൂബിൽ കൂടി കാണുന്ന ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇപ്പോൾ നേരിൽ കാണാൻ പറ്റി. അതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതിലുപരി ഒരു ചെറിയൊരു സങ്കടം കൂടി ഉണ്ട് കേട്ടോ. ഇവരെ ഇങ്ങനെ കാണുമ്പോൾ, ഇവിടുത്തെ അച്ഛനമ്മമാരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ അവരൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനത്തെ കുറച്ച് സമയമൊക്കെ എല്ലാവരോടും സംസാരിച്ച് പിന്നെ നമുക്ക് ഫുഡിനുള്ള ടൈമായി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, ഞങ്ങൾ ഒരുപാട് യൂട്യൂബർമാരുണ്ട് കേട്ടോ. ഇവരൊക്കെ ഒന്ന് നേരിൽ കാണാനും പരിചയപ്പെടാനും അവരോടൊക്കെ ഒന്ന് നേരിട്ടൊന്ന് സംസാരിക്കാനൊക്കെ പറ്റി. അതിലൊക്കെ ഏറെ സന്തോഷമാണ് കേട്ടോ. താനോ റീല് കാണാൻ ബീച്ചിലൊക്കെ ചെയ്തിട്ടുണ്ട്. റീല് കാണാൻ ഞങ്ങൾ വയറിലാക്കി. അങ്ങനത്തെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം പുറത്തു കൂടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ പോയി കണ്ടിട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഹാളിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഉസ്താദന്മാരെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കണ്ടു നോക്കി. പിന്നെ ഇവിടെ വെച്ചിട്ട് ഇവരെ ഭാഗം നമുക്ക് മൊമെൻ്റോ ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുറേ മുഖങ്ങളെ നേരിട്ട് കാണാനായതിലെ സന്തോഷത്തിലാണ് ഈ വിഭാഗം. ഇന്ന് നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്നത് എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെയൊക്കെ ക്യാമറ കണ്ണുകളും നിങ്ങളുടെയൊക്കെ സന്ദേശങ്ങളും അനേകായിരങ്ങളിലേക്ക് കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം പരത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത റജീന പല സന്ദർഭത്തും സ്ഥാപനത്തിൻ്റെ പല കാര്യങ്ങളും അന്വേഷിക്കുകയും ഇടപെടുകയും ചെയ്യാറുണ്ട്. ഈ കോർഡിനേഷൻ വഴി കഴിഞ്ഞ വർഷവും പല ആളുകളും സ്ഥാപനത്തെ കുറിച്ച് കൂടുതൽ അറിയുകയും പല സന്ദർഭത്തിലും ഇവിടെ വന്നുചേർന്ന് ഇവിടെ ഭക്ഷണമായും മറ്റും സഹായമായും പലതും ചെയ്തത് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. കിടക്കാൻ തലചായ്ക്കാൻ അവസാനത്തെ ഷട്ടറും താഴ്ത്തി ഒരു പത്രം വിരിച്ച് കടയുടെ തിണ്ണയിൽ കിടക്കുന്ന അനേകായിരങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരെ നമ്മൾ കാണുമ്പോൾ നാല് രീതിയിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ചില ആളുകൾ ഏറ്റവും മാന്യമായ ആളുകൾ പോക്കറ്റിലുള്ള ഏറ്റവും ചെറിയ നാണയം കൊടുത്ത് ഞാനതുപോലെ സേവനം ചെയ്തു എന്നർത്ഥത്തിൽ കടന്നു. ചില ആളുകളുടെ ഉള്ളിൽ കൊതിയുണ്ടാവും, എന്തെങ്കിലും ചെയ്യണം, വിശുദ്ധ സമയത്തില്ല, നല്ല പോക്കറ്റിലൊന്നും കൈവച്ച് ചില്ലറ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തരാത്തത് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ്. മൂന്നാമതൊരു ടീം വീഡിയോ വെക്കുന്ന ഒരാളുകളുണ്ടോ? അപ്പോൾ
നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ ഇത് നമ്മളെല്ലാവരും ഏത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ സംഭവമാണെന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ അവതരിപ്പിക്കുക. കാരണം ഇത് നമ്മളെ ഈ ഒരു നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു സംഭവം ചെയ്തു കൊടുക്കുമ്പോൾ അത് വേറെ രീതിയിൽ ഈ ഒരു സ്ഥാപനത്തിന് ചീത്തപ്പേര് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ആളുകൾക്ക് ഒരു ഇത് വരുന്ന നെഗറ്റീവ് നമുക്ക് ചിലപ്പോൾ കമന്റുകളൊന്നും വലിയ വിഷയം ഉണ്ടാവില്ല. പക്ഷെ ഇതിനെ കുറിച്ച് അറിയുന്നവരറിയില്ല ആർക്കും ഈ കമന്റുകൾ വരുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര വിഷമാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകം പറയാൻ ഒരു കാര്യം, കഴിഞ്ഞ വർഷം ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ ഇതിലേക്കല്ലേ. അപ്പൊ ഇന്നേക്ക് ഒരു വർഷമായി അത് കൂടിയിട്ട്. അപ്പൊ അടുത്ത വർഷം അടുത്ത വർഷത്തിൽ കൂടാനുള്ള ഒരു വിധി എല്ലാവർക്കും നമ്മളും ഇവർക്കും എല്ലാവർക്കും അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിലും പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ നമ്മളെ ഗ്രൂപ്പിന്റെ ഇങ്ങനത്തെ ചാരിറ്റി സംഭവങ്ങളൊക്കെ മുൻനിർത്തി ചെയ്തത് നമ്മളെ കേരളമാണ്. അപ്പൊ കേരളം നിറഞ്ഞ കൈയുടെ ഈ ഒരു അവസരത്തിൽ കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ കാര്യം നോക്കാൻ തന്നെ നേരമില്ല. ഒന്നാമത് പുസ്തകം പറഞ്ഞാൽ ഫുള്ള് ബിസിയാണ്. എന്തെങ്കിലും പണി ഒരു പണി ഉണ്ടാവില്ല. ആ ഫുള്ള് തിരക്കിക്കാറ് ഒരു പരിപാടിക്കും നമുക്ക് നേരമില്ല. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാതൃക നമുക്ക് കാണിച്ചു തരുന്നത് കേരളം റജീന. അപ്പൊ അതേപോലെ നമ്മളെ ഈ ഗ്രൂപ്പിന്റെ പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എല്ലാവരും നമ്മളെ കുട്ടികളാണ്. അവരങ്ങനെ ചെറിയ കുട്ടികളാണ്. പക്ഷെ നമ്മളെ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു അമ്മനെ കൊണ്ടിട്ടാണ്. അതായത് ഇത് കാണണം, ഇതൊരു മാതൃകയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ ഈ ഒരു സ്ഥാപനത്തിന്റെ ഒരു മഹിമ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഉസ്താദ് പറഞ്ഞ പോലെ എന്താ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവര് അങ്ങനെയുള്ള സംഭവമാണ്. അല്ലാതെ ഇതൊരു വൃദ്ധസദനം പോലെ മക്കൾക്ക് ഉമ്മാരും ഒഴിവാക്കി വരാനുള്ള സംഗതിയല്ല. അപ്പൊ നമ്മളും ഇതേപോലെ നമ്മളെ എവിടെ പോവാണെങ്കിൽ നമ്മളെ ഉമ്മാരും ഉപ്പാരും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഒന്നാമത് ഞാൻ വിളിച്ചാൽ പോരില്ല. അപ്പൊ അങ്ങനെയല്ലോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ മക്കൾക്ക് ഒരത്താണിയല്ലേ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങൾ അവരിവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ പ്രയാസമുണ്ട്. പല സാഹചര്യങ്ങൾ ഒറ്റപ്പെട്ടു പോയവർക്ക് മകനാവേണ്ടടുത്ത് മകനാവാൻ, മകളാവേണ്ടടുത്ത് മകളാവാൻ, സഹോദരനും സഹോദരിയുമാവേണ്ടടുത്ത് അങ്ങനെയാവാൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹം കൊണ്ട് വലിയ ലോകം തീർക്കുകയാണ് ഡിമാൻഡ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 250ഓളം ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ വന്നു. നിങ്ങളൊക്കെ എനിക്ക് ഓർമ്മപ്പെടുത്താറുണ്ട്, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ റോഡരികിൽ ചില ആളുകൾ മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ പ്രസംഗത്തിൽ ഞാൻ പൊതുവെയല്ല. ഇപ്പം എന്താ ഞാൻ പാടിയ നമ്മുടെ ഉപ്പാനെയും ഉമ്മാനെയും കുറിച്ചിട്ടുള്ള ഒരു പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും 4 പേര് പാടാൻ ശ്രമിക്കാം അല്ലേ? എന്താ വെച്ചാൽ നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമുക്ക് ഉമ്മാരുണ്ട്, ഉപ്പാരുണ്ട്. പിന്നെ നമ്മൾ വളർച്ചയിലും അവരെ കൂടെ നിർത്തിയിട്ട് വേണം നമ്മൾ ഏത് കാര്യത്തിലും നമ്മൾ ഉയർച്ചയിലും ആരാണ് നമ്മളെ നോക്കി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നത്, എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ ഉമ്മ എന്നെ ഇടങ്ങാറായി ബുദ്ധിമുട്ടി വളർത്തിയിട്ടാണ് ഞാൻ വരുന്നത്. കാരണം ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ വേറെ പോയി. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ വരുന്ന തലമുറകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊരു എന്തെങ്കിലും ഒരു അഡ്വൈസ് എന്നുള്ള രൂപത്തിൽ സംസാരിക്കുകയാണ്. വേറെ ഒന്നല്ല, ചെറുപ്പത്തിന് മുമ്പ് ഉപേക്ഷിച്ച് പോയി എൻ്റെ അമ്മ കല്ലും പണിക്ക് തിമ്മി പണിക്കൊക്കെ പോയിട്ട് ഞങ്ങൾ വളർത്തിയത്. എൻ്റെ പെങ്ങളെ എന്നെയും വളർത്തിയത് അങ്ങനെയാണ്. അപ്പോ നമ്മളെ പഠിപ്പിച്ചത് എന്താ വെച്ചാൽ ഒരാളെയും വഞ്ചിക്കരുത്, എല്ലാവരും സ്നേഹിക്കണം എന്നുള്ള രീതിയിലാണ് ഉമ്മ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് ഇവരൊക്കെ കാണുമ്പോൾ നമ്മളെ സ്വന്തം ഉമ്മാനും ഉപ്പാനും ഓർമ്മിക്കുന്നത്. കാരണം എൻ്റെ ഉപ്പാനെ എന്നെ നോക്കിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പ്രത്യേക ഒരു കുറ്റം പോലും ഞാൻ പറഞ്ഞില്ല. കാരണം നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ജന്മം തന്നതാണ് വാപ്പ. ഒരിക്കലും നമ്മൾ തള്ളി പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചത്. അത് മാത്രമല്ല, പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും ഇടങ്ങേറ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജെസ്സിയല്ല എന്നാണ്. കാരണം ഈ പരിപാടി ഞാനൊരു വിഷമത്തിന്റെ രൂപത്തിലാക്കുന്നില്ല. എങ്കിൽ പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ യൂട്യൂബ് എന്നൊരു എന്താ പറയാ, നമ്മളൊക്കെ പറയുന്നത് സാമ്രാജ്യം അങ്ങനെ തന്നെ പറയാം. കാരണം എത്രയോ ആളുകൾ എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ അവള് അങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കി. അവൾ ഉണ്ടാക്കാൻ കാരണം വേറെ നല്ല ക്രേസിന് വേണ്ടി തുടങ്ങിയതാണ്. അസുഖത്തിന്റെ ഒരു ക്യാൻസർ എന്നൊരു അസുഖം വന്നിട്ടും അവൾ ഇങ്ങനെ പിടിച്ചു നിന്നത് ഈ യൂട്യൂബ് എന്നൊരു മേഖലയിലാണ്. കാരണം
അവള് അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും അവള് വേദനകൾ മറക്കാൻ ശ്രമിച്ചത് യൂട്യൂബിലൂടെയാണ്. അവൾ ഉണ്ടാക്കിയ ഒരു സാമ്രാജ്യം എന്ന രീതിയിൽ ഞാൻ നിലനിർത്തി കൊണ്ടുപോകുന്നത് മാത്രമാണ്. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ നല്ല സൗകര്യമാണെന്ന നമ്മുടെ ബ്യൂട്ടിമാർ സ്റ്റുഡൻ്റായിട്ട് കൊണ്ടുവരാണ്. അപ്പം നിങ്ങൾക്ക് ഈ കല്യാണത്തിനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ വലിയ മൊമെൻ്റ് കൊണ്ട് പോയി കഴിഞ്ഞാൽ അല്ലേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം മനസ്സിലാകാതെ ഒന്ന് വണ്ടൂർ ടൗൺ സ്ക്വയറിന് നല്ല ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പം ഇനി അവിടെ ക്ഷണിക്കാൻ പോകുന്നത് മൊമെൻ്റ് കൈമാറുന്നതിനും അതുപോലെ ഈ ഒരു സാധനത്തിനെ കുറിച്ചാണ് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യമായി ഞങ്ങളുടെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നതിന് സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അത്യുഷ്മളമായ നിങ്ങളുടെ ഈ സ്നേഹമാണ് വലിയ ആദരവോടെ. അങ്ങനെ നമ്മൾ പരിപാടി കഴിഞ്ഞിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ യൂട്യൂബർമാരെല്ലാവരും കൂടി ഒക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ ഒരു ലൈക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ്